അമ്മേ, അയ്യോ എന്റെ കുഞ്ഞ് വന്നോ? എത്ര ദിവസമാണ് എന്റെ കുഞ്ഞിനെ കണ്ടിട്ട്? എന്തോ അമ്മ ഈ പറയുന്നേ? മെനങ്ങാന്നല്ലേ ഞാൻ അങ്ങോട്ട് പോയത്? എന്റെ മോളെ ഒരു ദിവസം കണ്ടില്ലേ 100 ദിവസം കാണാത്ത പോലെ. എന്റെ കുഞ്ഞ് വല്ലതും കഴിച്ചോ? ഓ, രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ ഒരു കുറ്റി പുട്ടും 2 ഏത്തപ്പഴവും കഴിച്ചതാമേ. ഇവിടെ എന്തോ ഉണ്ടാക്കിയേക്കുന്നേ? അടുക്കളയിലോട്ടിയല്ലേ, അവള് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫോ? എന്തായാലും ഞാൻ പോയൊന്ന് നോക്കിയേച്ച് വരട്ടെ. അയ്യോ, മോളകത്തോട്ടിയല്ലേ, ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ യൂട്യൂബിൽ നല്ല കുറച്ച് ഫുഡിൻ്റെ വീഡിയോസൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ അവളെ കൊണ്ടൊന്ന് ഉണ്ടാക്കിക്കണം. അവൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മോള് പോയി വയറ് നിറച്ച് വല്ലതും കഴിക്ക് ചെല്ല്. അയ്യോ, ഒരു ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. നാത്തൂനേ, നാത്തൂനേ. ദൈവമേ, രമ്യയുടെ സൗണ്ടാണല്ലോ അത്. മെനഞ്ഞാന്ന് പോയതേ ഉള്ളൂ, വീണ്ടും കെട്ടിയെടുത്തോണ്ട് വന്നോ? ജോലി ചെയ്ത് മടുക്കും ഞാനാ. നാത്തൂൻ എന്തെടുക്കുവാ? പാത്രം കഴുകുവാണോ? നല്ല ഫുട്ബോൾ കളിക്കുന്നു. എന്തോ? അല്ല, നാത്തൂൻ വന്നല്ലോ എന്ന് പറയായിരുന്നു. എൻ്റെ പൊന്ന് നാത്തൂനെ, എന്തോ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറുണ്ട്, പുട്ടുണ്ട്. ഓ, ബീഫോ? വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് വയ്യ. ആദ്യം എന്തേലും കഴിക്കട്ടെ, എന്നിട്ടേ ഉള്ളു ഇനി ബാക്കി പരിപാടി. സൗമ്യേ, ഈ തുണിയെല്ലാം ഒന്ന് കഴുകി തരണേ. നടുവേദന ആയതുകൊണ്ടാ വീട്ടിൽ പോയിട്ട് ഇതൊന്നും കഴുകാൻ പറ്റിയില്ല. പിന്നെ ഇതൊന്നും മെഷിനകത്തിട്ട് കഴുകാൻ നിൽക്കണ്ട, കല്ലേ തന്നെ കഴുകണേ. എനിക്ക് മെഷിനകത്ത് കഴുകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാ. നടുവേദന ആയതാ, ഒന്ന് വിചാരിക്കല്ലേ. ദൈവമേ, ഇവളെന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നയാണോ? അമ്മേ, ആ കഴിച്ചോ? കഴിച്ചമ്മേ. ഓ, 2 ദിവസം കൊണ്ട് ബീഫ് കറിയാണ്. അമ്മ, എനിക്ക് ഇച്ചിരി ബീഫ് ഫ്രൈ ഉണ്ടാക്കി തരാൻ പറ. അതിനെന്താ, നീ അവളോട് പറ, അവൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കി തരും. ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യും, എന്നാലും അമ്മയ്ക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ അവൾക്കൊരു മടിയും കാണത്തില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മടിയായാലോ. എടി, എനിക്കാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നിനക്കാന്ന് പറഞ്ഞാലും അവൾ ചെയ്തു തരും. അവൾക്കിവിടെ വലിയ മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. അല്ല, അത് മാത്രമല്ലമ്മേ, ചേട്ടൻ്റെ അടുത്തേക്ക് മറ്റന്നാൾ ഒരാൾ പോകുന്നുണ്ട്. കുറച്ച് അച്ചാർ കൂടി ഇടാൻ പറ്റിയാൽ നല്ലതായിരിക്കും. എൻ്റെ പൊന്നു കുഞ്ഞ്, നീ പോയി പറ. അച്ചാറോ എന്തുവാന്ന് വെച്ചാൽ അവൾ ചെയ്തു തരും. നീ പോയി പറയുന്നു. നാത്തൂനെ. ദൈവമേ, അടുത്ത എന്തോ പണിയും കൊണ്ട് വരുവാണല്ലോ. നാത്തൂനെ, അമ്മ പറഞ്ഞേ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കണേന്ന്. ചേച്ചി, ബീഫ് കറി ഉണ്ടല്ലോ, പിന്നെ ഇനി എന്തിനാ? അയ്യോ, ഇത് കറിയല്ലയോ. അമ്മയ്ക്കാണ് ഫ്രൈ കഴിക്കണമെന്നൊരു വല്ലാത്തൊരു കൂതി. അപ്പം എന്നോട് പറഞ്ഞു നിന്നോടൊന്ന് വന്ന് പറയാമെന്ന് ഉണ്ടാക്കാൻ. ഞാനാണെങ്കിലേ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു 5 കിലോ ബീഫ് മേടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. ചേട്ടനോ? ഏത് ചേട്ടൻ? ഇയോടെ എൻ്റെ ആങ്ങളാ, നിന്റെ ഭർത്താവ്. ഞാൻ പിന്നെ അല്ലാതെ ആരോട് പറയാനാ? ചേട്ടനാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് പറയുക ഒരാൾ പോകുന്നുണ്ട്, അയാളുടെ കയ്യിൽ ബീഫ് അച്ചാർ ഉണ്ടാക്കി കൊടുത്തു വിടണേന്ന്. നീ ആവുമ്പോൾ നന്നായിട്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു വിട്ട അച്ചാർ നല്ല സൂപ്പർ ആണെന്നാ പറഞ്ഞേ. എന്തായാലും നീ ഒന്ന് ഉണ്ടാക്ക്. 5 കിലോ ബീഫൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? ചേച്ചിക്കും കൂടെ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? എൻ്റെ പൊന്നു മോളെ, എനിക്ക് ഈ നടുവേദന ആയിട്ടാ, ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തേനെ. നിന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഇതാവുമ്പോൾ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അവളുടെ ഒരു ഡു ഇറ്റ്. ആ സാധനം എന്ന് പോവും? ഏത് സാധനം? നിങ്ങളുടെ പെങ്ങള്. എന്താ പറ്റി? എന്തോ പറ്റിയെന്നോ? കൊള്ളാം, ഒരു ലോഡ് തുണിയുമായിട്ട് അവളിപ്പോ വന്ന് കയറിയേക്കുന്നത്. അവക്കെന്താ കഴുകാൻ അറിയത്തില്ലേ? അത് പോട്ടെ, ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അത് കഴിക്കുന്ന പാത്രം പോരും ടേബിളെ വെച്ചിട്ട് അവൾ പോകുന്നത്, അതെടുത്തൊന്ന് കഴുകിക്കൂടെ? അതും പോട്ടെ, അവൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഗ്ലാസ് അതും കഴുകത്തില്ല. സുഖിക്കാൻ വന്ന് നിൽക്കുക. 2 പിള്ളേരുണ്ട്, അവരെ അവിടെ ഇട്ടിട്ട് അവൾ ഇവിടെ വന്ന് സുഖിക്കാൻ നിൽക്കുന്നു. നിങ്ങളെ നോക്കാം, നിങ്ങളുടെ അമ്മയെ നോക്കാം, അച്ഛനെ നോക്കാം, അവളെയും കൂടെ നോക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ആകെ ഒരു പെങ്ങളായിപ്പോയി. അയ്യോ, എന്തിനാ കൂടുതൽ? ഇതൊരെണ്ണം മതിയല്ലോ. ദാണ്ടേ 2 ദിവസം ഞാൻ സമയം തരും, അതിനുള്ളിൽ അവളെ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകും. 2 ആഴ്ച മുമ്പ് വെട്ടിക്കളഞ്ഞ പോച്ചേ എന്ത് സ്പീഡിലാണെന്നറിയോ വിളിക്കുന്നത്. ഒരു വളം ഇടണ്ട, ഒന്നും ഇടണ്ട. അതേപോലെ അച്ഛൻ്റെ മോള്, എൻ്റെ പെങ്ങള് പോയ സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. അതൊക്കെ അവിടെ നിന്നാ പോരെ? എന്ത് സുഖം അവിടെ. എൻ്റെ പെണ്ണുമ്പളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരും. നീ ഇങ്ങനെ വിഷമിച്ചാൽ ഞാൻ എന്തോ ചെയ്യാനാ മോനെ? എൻ്റെ കാര്യം തന്നെ വളരെ കഷ്ടത്തിലാണ്, നിനക്കറിയാമല്ലോ.
അച്ഛൻ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു വിളിച്ചാ അവർക്ക് ഒന്നാമത് വയ്യ, തൈറോയിഡും പ്രശ്നങ്ങളൊക്കെയാണ്. എൻ്റെ കാര്യം നോക്കണം, അച്ഛൻ്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം. അതിനിടയ്ക്ക് ഇവിടെ കാര്യം ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് വെച്ച് വിളമ്പാൻ നിൽക്കണം. ഒരു വെള്ളം കുടിച്ചാൽ ആ എടുത്ത് മാറ്റി വെക്കത്തില്ല. എടാ മോനെ, ഞാൻ എന്തോ ചെയ്യാനാ? നിൻ്റെ അമ്മയുടെ അവിടെ സ്വഭാവം ഒരേ സ്വഭാവം, രണ്ടിനെയും ഒരേ അച്ചിലിട്ട് വാർത്ത പോലെ. ഞാൻ 10 കൊല്ലമായി നിൻ്റെ അമ്മയോട് മിണ്ടിയിട്ട്, അറിയോ? എൻ്റെ അമ്മേ, അതായത് നിൻ്റെ അമ്മുമ്മേ എത്ര കഷ്ടപ്പെടുത്തിട്ടുണ്ടറിയോ നിൻ്റെ അമ്മ? അതുപോലെ നിൻ്റെ പെങ്ങളും ഒരു പണി അവൾ ചെയ്യത്തില്ല. ഇതുപോലും മടിച്ച് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ എന്തോ പറയാനാ മോനെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തിലുണ്ടല്ലോ, എൻ്റെ കൈ അവിടെ ചെവിക്കലിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല. നിനക്കറിയാമല്ലോ. ചേട്ടാ ബീഫ് വാങ്ങിച്ചോ? ബീഫ് കോപ്പം അങ്ങോട്ട് മാറി കഴി. ഇപ്പം ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക മനുഷ്യന്. അവിടെ ബീഫ് 15 കോടി പ്രശ്നത്തിരിക്കുക ഞാൻ. 15 കോടി ലോട്ടറി അടിച്ചോ? ലോട്ടറി പൊടി 15 കോടി നട്ടവരാൻ കൊടുക്കണം കമ്പനിക്ക്. എന്തു പറ്റിയാണ് മോനെ? ഒന്നും പറയണ്ട അച്ഛാ, കമ്പനിക്ക് ഒരു 7 ലോട്ട് ഡിലേ വന്നു. സമയത്ത് എത്തിക്കാതുകൊണ്ട് അവർ കമ്പനി നഷ്ടപരിഹാരം ചോദിച്ചത് 15 കോടി. ഈ വീട് കിട്ടിയപ്പോൾ കിട്ടത്തില്ല. ഇനിയിപ്പോൾ എല്ലാവരും വിഷം അടിച്ച് മരിക്കുക. മോനെ, വേറെ ആരെങ്കിലും കൂടി പറയിപ്പിച്ചാൽ നോക്കട്ടെ അച്ഛാ, എനിക്കിപ്പോൾ ആകെ കമ്പനിയിലാകെ വിഷയമാവും. ഇപ്പോൾ അമ്മേ എന്താ പാടി പെണ്ണേ? അമ്മ വല്ലതും അറിഞ്ഞോ? 15 രൂപയുടെ എന്തോ പറയുന്നത് ഇവിടെ കേട്ട്. എൻ്റെ പൊന്നമ്മേ, 15 രൂപയുടെ കാര്യമല്ല, 15 കോടി രൂപയുടെ കാര്യമാണ്. 15 കോടിയോ? 15 കോടി എന്തോ ബിസിനസ്സിൽ നഷ്ടം വന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ വിഷം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. എനിക്കങ്ങ് വേണ്ട, വിഷം കഴിക്കാനൊന്നും ഞാനില്ല, നിങ്ങളെല്ലാവരും കൂടെ വാങ്ങിച്ച് കഴിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞേ, ഞാനും വിഷമൊന്നും കഴിക്കത്തില്ല, എനിക്കും വിഷമൊന്നും വേണ്ട. ഞാൻ ഈ സംസാരമൊക്കെ കേട്ടെങ്കിലുവേ ആ കള്ളക്കിളവൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാഞ്ഞ്. കണ്ണിന് എനിക്ക് കണ്ടുകൂടാ കിളവനെ. എന്തിനോ വിളിക്കുന്നു, നോക്കിട്ട് വരട്ടെ. ഓ ചേട്ടാ, എന്തായിരുന്നു ചേട്ടാ? ഇപ്പം അച്ഛൻ പറഞ്ഞ ഒരാളിനെ വിളിച്ചായിരുന്നു. ഈ 15 കോടിയുടെ വിഷയം തീരും, പക്ഷെ ഒരു 50 ലക്ഷം രൂപ മുടക്കണം. അല്ല, 50 ലക്ഷം രൂപയെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് തരാനാ? എടി നിന്റെ സ്വർണ്ണമൊക്കെ ഇരിപ്പം ഇല്ലയോ, അവൻ തന്ന് സഹായിച്ചാൽ മതി, 5-6 മാസം തിരിച്ചെടുത്ത് തരാം. അയ്യോ, അത് ലോക്കറി വെച്ചേക്കില്ലയോ? എടി ലോക്കറി എടുക്കാൻ പറ്റത്തില്ലയോ? അല്ല, അതിപ്പോ ചേട്ടനോട് ചോദിക്കാതെ. ഈ അളിയനോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു, അളിയൻ ഓക്കെയാ, നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ഞാനും അവനോട് ഉണ്ടാക്കി തന്ന സ്വർണ്ണമില്ലയോ? നിന്നോടല്ലാതെ പിന്നെ അവൻ ആരോട് ചോദിക്കാനാ? ഈ സമയത്തല്ലേ നീ അവനെ ഒന്ന് സഹായിക്കേണ്ടത്. ആ, ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അമ്മേ, വെറുതെ വിളിച്ചോന്നുമല്ല, എൻ്റെ സ്വർണം മേടിക്കാൻ വേണ്ടി വിളിച്ചതാ. 50 ലക്ഷം രൂപയുടെ കടം തീർക്കാനുള്ള സ്വർണം കൊടുക്കാനെന്ന്. അതിന് നീ എന്തിനാ സ്വർണം കൊടുക്കുന്നേ? 200 പവൻ്റെ സ്വർണ്ണവേ എനിക്ക് അച്ഛനും ചേട്ടനൂടെ സ്ത്രീധനമായിട്ട് തന്നതാ. അത് ചേട്ടനൊരു പ്രശ്നം വരുമ്പോൾ തിരിച്ചു വാങ്ങിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഞാനൊന്നും കൊടുക്കത്തൊന്നുമില്ല. അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. എന്നാലേ എൻ്റെ മോളൊരു കാര്യം ചെയ്യും, അമ്മ ഓട്ടോ വിളിച്ച് തരാം. ഓട്ടോയിൽ കയറി പെട്ടെന്ന് ഇവിടുന്ന് പോക്കും. ഇനി ഇവിടെ നിന്നാലേ നിൻ്റെ സ്വർണ്ണമൊക്കെ അവർ ചോദിച്ച് മേടിക്കുപടി. അവനങ്ങ് തീർത്തോളും, അവനായിട്ടുണ്ടാക്കിയ ബാധ്യതയല്ലയോ. അവനും അവൻ്റെ അച്ഛനൂടെ തീർക്കട്ടെ. ആ കൊള്ളക്കുളവൻ്റെ കൈ പൂത്ത കാശ അങ്ങേര് കൊടുത്തോളും. എന്തായാലും അമ്മ ആ സരസനെ ഒന്ന് വിളിച്ചു തരാം, അവൻ്റെ ഓട്ടോയിൽ കയറി എൻ്റെ മോള് പൊക്കും. ഇനിയിപ്പോഴേ ഒരു 6 മാസം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. 6 മാസമോ? കടം തീരുന്നിടം വരെ ഞാൻ ഈ ഭാഗത്തോട്ടേ വരത്തില്ല. സ്വർണവും പൈസയൊന്നും കൊടുത്തിട്ടുള്ള ഒരു സുഖം എനിക്ക് വേണ്ട. അമ്മ വാസുചേട്ടനെ ആരെങ്കിലും ഒരു ഓട്ടോ ഒന്ന് വിളിക്ക്. ഞാൻ തുണിയൊന്നും മാറാൻ നിൽക്കുന്നില്ല, ഈ കോലത്തെ അങ്ങ് പൊക്കോളാം. ഇനി ഇവിടെ നിന്ന് എൻ്റെ കയ്യിലുള്ളത് മൊത്തം ഇവർ വാങ്ങിക്കും. ഒന്ന് വിളിയമ്മേ. അച്ഛാ, ഞാൻ ഇറങ്ങുവാണേ. നീ എവിടെ പോകുന്നു? അല്ല ചേട്ടാ, വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. അമ്മയാണെ ബാത്റൂമിൽ തെന്നി വീണിട്ട് കാലുളുക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുമായിരുന്നു. ഇപ്പം കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവിടാം. വേണ്ട ചേട്ടാ, ഓട്ടോ വിളിച്ചു തന്നിട്ടുണ്ട് അമ്മ, ഞാൻ പൊക്കോളാം. നിനക്ക് ആ ബീഫും മേടിച്ചു തരാൻ പറ്റിയില്ലല്ലോ. അല്ല അല്ല ചേട്ടാ, കുഴപ്പമില്ല. അതിനിപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആരെങ്കിലും കൊണ്ട് ഇടിയിച്ചോളാം. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. ചേച്ചി, ഞാൻ ബീഫ് അച്ചാർ ഇട്ട് കൊടുത്തു കൊടുത്തേ. അയ്യോ, അച്ചാറൊന്നും വേണ്ട, ഞാനത് ചെയ്തോളാം, കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ അസുഖമൊക്കെ മാറിട്ട് പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് വാ, അവള് ബീഫൊക്കെ വെച്ചേരും. മോളെ, ഞാൻ നിന്നെ കൊണ്ടുവിടാം. വേണ്ട അച്ഛാ, ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ ഇപ്പോൾ വരും.
ആ അച്ഛനും മോനും കൊണ്ടുവിടാനൊന്നും ബുദ്ധിമുട്ടണ്ട. ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് അതിൽ കയറി പൊക്കോളും. ഓ അതിൻ്റെ അമ്മയെ നോക്കട്ടെ, കുഞ്ഞു പോയി. എൻ്റെ കൂട്ടാ എൻ്റെ കുഞ്ഞും, അവൾക്ക് നല്ല സ്നേഹവും മനസാക്ഷിയുമാണ്. ശരി എന്നാ. ഓ വേണ്ട ഏട്ടാ. ദൈവമേ, എന്നെ കൊണ്ടും വിടണ്ട, ബീഫ് അച്ചാറും വേണ്ട. ബീഫ് അച്ചാറിനേക്കായി വലുതാണ് എനിക്ക് എൻ്റെ സ്വർണം പോകാതിരുന്നാൽ മതി. പാവം അവൾ പോയി. അതെ, ബീഫ് അച്ചാർ പോലും കഴിക്കാതെ അവളങ്ങ് പോയി. അവിടെ ഒരു ബീഫ് അച്ചാറ്. ഇത്രയും പ്രശ്നമുള്ളിടത്ത് നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? എന്താ അച്ഛ കാര്യം? എടി മോളെ, ഇവൻ്റെ കമ്പനിയില്ലേ യാതൊരു പ്രശ്നവുമില്ല. ഇവന് ഞാനിവിടെ കളിച്ചിട്ട് നാടകമാണ്. കണ്ടിട്ട് അവള് ബീഫ് അച്ചാർ പോലും കഴിക്കാതെ ഓടിയത്. അതുകൊണ്ട് പ്രയോജനം ആർക്കാ? നിനക്ക്. ബീഫ് അല്ലെങ്കിൽ മട്ടൺ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ ഈ വഴിക്ക് വരത്തില്ല. എന്നാലും എൻ്റെ അച്ഛൻ്റെ ബുദ്ധി അപാരം.